തോന്നുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കാം. കൊതി തോന്നുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തി ഉണ്ടല്ലോ, മത്തി അല്ലെങ്കിൽ ചാള, അതൊന്ന് പൊള്ളിച്ചാലോ. സാധാരണ മത്തി പൊള്ളിക്കുക അല്ലെങ്കിൽ ചാള പൊള്ളിക്കുക എന്ന് പറയുമ്പോൾ ചട്ടിയിൽ നമ്മൾ വിനീഗറൊക്കെ ഒഴിച്ചിട്ട് പൊള്ളിക്കുന്ന രീതിയുണ്ട്. അതൊക്കെയാണ് പൊതുവെ ചെയ്തു വരാറുള്ളത്. ഇത് വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടോ ഈ ഒരു മീൻ പൊള്ളിച്ചത്. അപ്പോൾ മീൻ പല രീതിയിൽ നമുക്ക് പൊള്ളിക്കാം, പല മീനുകൾ പൊള്ളിക്കാം. അപ്പോൾ വാഴയിലയിൽ പൊള്ളിക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴയിലയുടെ ആ നാടൻ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു രുചി തന്നെയാണ്. അപ്പോൾ വാഴയില കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. നമുക്ക് നമ്മുടെ അലുമിനിയം ഫോയിലും പൊള്ളിക്കാം കേട്ടോ. അലുമിനിയം ഫോയിലിൽ എങ്ങനെയാണ് മീൻ പൊള്ളിക്കുക എന്നുള്ളത് നമ്മുടെ ബ്ലോഗ് ചാനലിൽ ഫോർട്ട് കൊച്ചിയുടെ വീഡിയോയിൽ, ഫോർട്ട് കൊച്ചി പാർട്ട് 2, അതായത് ഞാൻ എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് നമ്മൾ എങ്ങനെയാണ് അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. വാഴയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ തന്നെ പൊള്ളിക്കുക, അപ്പോഴാണ് കൂടുതൽ ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി പൊള്ളിച്ചതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു 5 മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഇതിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. പച്ച കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കല്ലിൽ ചതച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിപ്പോട് കൂടി അരഞ്ഞാൽ മതി. അരയ്ക്കുമ്പോൾ 1-2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തരയ്ക്കുക. അപ്പോൾ ആ ഒരു പുളിയും കൂടി കിട്ടും. ഇല്ലെങ്കിൽ അരച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വിനീഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല. ഇത് നമുക്ക് ഈ മീനിലേക്ക് അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ആ മീനിലേക്ക് ആ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ചു വരും. മീനിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം, പുറമേ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുരുമുളക് പൊടിക്ക് വരും മുഴുവൻ കുരുമുളകാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ഇതുപോലെ തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുക. ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ ചെയ്യുന്ന പോലെ അല്ല ഇത്. അപ്പോൾ എല്ലാ മീനിൻ്റെയും ഉൾഭാഗത്തേക്കൊക്കെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ മീൻ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കുക വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ മീനിപ്പോൾ ഒരു സൈഡൊന്ന് പതുക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങി. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാലയും റെഡിയാക്കുന്നത്. അപ്പോൾ മൊരിഞ്ഞു തുടങ്ങിയ മീനാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീനിൻ്റെ ടേസ്റ്റ് മുഴുവൻ എണ്ണയിലേക്ക് ഇറങ്ങിയത് മുഴുവനും നമ്മുടെ മസാലയിലേക്കും കൂടി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഞാനിപ്പോൾ ഒരു സവോള എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചല്ലേ മീനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടി ചേർക്കാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണിപ്പോൾ ചേർക്കാത്തത് കേട്ടോ. നമ്മൾ ഈ സവോളയൊന്ന് ഹാഫ് കുക്കായി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 തക്കാളി എടുത്ത് മുറിച്ച് വയ്ക്കുക. എൻ്റെ കയ്യിലുള്ള തക്കാളി ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയേ വെട്ടുള്ളൂ, ചെറിയ പീസുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് റൗണ്ടിൽ 2 തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഇനി നമ്മുടെ കുടംപുളിയുടെ വെള്ളം കുറച്ച് ചേർക്കും ഈ ഒരു മസാല റെഡിയാക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ തക്കാളി വേണ്ട. ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി പൊള്ളിക്കുമ്പോൾ സവോള ഒന്നുകൂടി ഒന്ന് കുക്കായി വരും. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് സവോള കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊള്ളിക്കുമ്പോൾ ആ മസാല കുഴഞ്ഞിരിക്കുന്ന പോലെയാവും. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മതി. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കാവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊടികളും കൂടി കുക്കായി വന്നോളൂ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നമ്മൾ പച്ചക്കുരുമുളക് അരച്ചിട്ടുണ്ട് നമ്മുടെ മീനിൽ, അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മുളക് പൊടി ആവശ്യമില്ല. ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഈ പൊടികളൊന്ന് കുക്കായി വരണം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. തക്കാളി ആണെങ്കിലും ഓവറായിട്ട് അങ്ങോട്ട് കുക്കായി പോകണ്ട, ഒന്ന് ഹാഫ് കുക്കായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഇതുപോലെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് കുറച്ച് കുടംപുളിയുടെ വെള്ളമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനിനൊരു പുളി വേണമെന്നുണ്ടെങ്കിൽ കുടംപുളിയുടെ വെള്ളം കുറച്ച് ചേർക്കണം. നമ്മൾ വിനെഗർ മീനിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിലും ഈ മസാലയ്ക്ക് ആ ഒരു പുളി ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് കുടംപുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലൊന്ന് ഒരുപാട് ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി. മസാല വേഗം തന്നെ റെഡിയാവുന്നതാണ്. കണ്ടോ, ഇത്ര ആക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇനി ഡ്രൈ ആക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി പൊള്ളിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വാഴയിലയിലേക്ക് മീനൊക്കെ വെച്ചിട്ട് മസാലയൊക്കെ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയില നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇല പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തത്. അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല വച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് പൊള്ളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 5 മീനുണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് പൊള്ളിക്കാൻ പറ്റില്ല. ഇല പൊതിഞ്ഞു വരുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2ആയിട്ട് പൊള്ളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇലയിൽ 3 മീൻ വയ്ക്കുന്നുണ്ട്, ഒരെണ്ണത്തിൽ നമുക്ക് 2 മീനും വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മസാല, നമ്മൾ മുട്ട പൊള്ളിച്ചതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഇല വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ മീൻ കംപ്ലീറ്റ് ആയിട്ട് കവറായിരിക്കും. 2 സൈഡിൽ നിന്നും ആദ്യം മടക്കുക, അതിന് ശേഷം നമുക്ക് ഈ 2 സൈഡിൽ നിന്നും മടക്കിയെടുക്കാം. ഇതൊന്ന് വാഴനാര് കൊണ്ടോ നൂല് ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കുറവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ പൊതിഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊതി റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയില പൊതികളുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഒരു 4 മിനിറ്റ് ഒരു സൈഡ് പൊള്ളിച്ചെടുക്കുക. 4 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയില കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കാം. മീൻ അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റായി. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വയ്ക്കാം.
നമ്മുടെ വാഴയിലയാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോയിട്ടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ സൈഡും ഒരു 4 മിനിറ്റ് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് നമ്മൾ തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 4 മിനിറ്റ് ആയി. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ മസാലയൊന്നും പുറത്തേക്ക് പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് മീൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിത് ഒന്ന് ചൂട് ലൈറ്റായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോൾ തുറക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ പൊള്ളിച്ചത് ഒന്ന് തുറന്ന് നോക്കിയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. വാഴയിലയിൽ നമ്മൾ ഏത് സാധനം ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇതാ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി കുക്കായി മീനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ഇനി ഒരു ദിവസം മീൻ വാങ്ങിക്കുമ്പോൾ ഇത് മത്തി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. കരിമീൻ പൊള്ളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ്റെ വിലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊള്ളിച്ച് കഴിക്കാൻ പറ്റില്ല. മത്തിയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊള്ളിച്ച് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിക്കുമ്പോൾ ഈ മസാലയും എല്ലാം ചേർത്ത് എടുത്ത് കഴിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പൊളിച്ച് നോക്കിയാലോ. മീനിനൊന്ന് പൊളിച്ച് എടുത്താലല്ലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതാണ്. ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം നിങ്ങൾക്ക് തരാണ്, അതിന് ശേഷമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മീനുകളൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, പൊടിഞ്ഞു പോവാതെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, പൊടിഞ്ഞു പോയിട്ടില്ല. തക്കാളിയൊക്കെ കുക്കായിട്ട് തക്കാളിയുടെ ടേസ്റ്റൊക്കെ ആ മീനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്. നമ്മളിപ്പോൾ മീൻ വറുത്തത് കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ആ മസാലയുടെ ആ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ വാഴയിലയിൽ പൊള്ളിച്ച മീനിൻ്റെ ടേസ്റ്റ് ഞാൻ ആരെയും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. വാഴയിലയിൽ നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാലും അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന് ഒരു ലൈക്കും തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.